എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 155 പേജിൽ നമ്മൾ കാണുന്നത് വൈറസ് എന്നുള്ള പാഠഭാഗത്തു നിന്നുള്ള വൺ വേർഡ് ആൻസേഴ്സാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജെനറ്റിക് മെറ്റീരിയൽസ് DNA or RNA ഓഫ് വൈറസ് ആർ ഫൗണ്ട് ഇൻസൈഡ് ഓഫ് ആൻ ഔട്ടർ പ്രോട്ടീൻ കോഡ് കോൾഡ് ക്യാപ്സിഡ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേർ ഡു വി ഫൈൻഡ് ദ ജെനറ്റിക് മെറ്റീരിയൽസ് ഓഫ് വൈറസ് എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം എഴുതുക. എവിടെയാണ് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ജനറ്റിക് മെറ്റീരിയൽസ്, അതായത് DNA or RNA ഓഫ് വൈറസ്. അതായത് വൈറസിൻ്റെ DNA, RNA അല്ലെങ്കിൽ RNA കാണപ്പെടുന്ന എവിടെയാണ്? ഫൗണ്ട് ഇൻസൈഡ് ഓഫ് ആൻ ഔട്ടർ പ്രോട്ടീൻ. അതായത് ഒരു ഔട്ടർ പ്രോട്ടീൻ്റെ ഒരു കവറിനകത്താണ്. ആ പ്രോട്ടീൻ കവറിന് പറയപ്പെടുന്ന പേരാണ് ക്യാപ്സിഡ്. അതിന് ക്യാപ്സിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 283 ക്യാപ്സിഡ് ഓഫ് വൈറസ് ആർ പ്രോട്ടീൻ കോഡ്സ് വിച്ച് എൻക്ലോസസ് ദെയർ ജനറ്റിക് മെറ്റീരിയൽ. ഇനി നമ്മളോട് ചോദിക്കും വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്യാപ്സിഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ക്യാപ്സിഡ് ഓഫ് വൈറസ് ആർ പ്രോട്ടീൻ കോഡ്സ്. അതായത് വൈറസിന് ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ കോട്ടാണ് വിച്ച് എൻക്ലോസസ് ദെയർ ജനറ്റിക് മെറ്റീരിയൽ. അത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ എൻക്ലോസ് ചെയ്യുന്നു. ഇനി 284 വൈറസ് ഇൻഫെക്റ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ്, അനിമൽസ്, ബാക്ടീരിയ ആൻഡ് ആർക്കിയ. അതായത് വൈറസ് എന്താണ് ചെയ്യുന്നത്? വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ്, പലതരത്തിലുള്ള ഓർഗാനിസങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നു. ലൈക്ക് പ്ലാന്റുകളെ അഫക്റ്റ് ചെയ്യുന്നു, അനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്നു, ബാക്ടീരിയ അഫക്റ്റ് ചെയ്യുന്നു, ആർക്കിയ അഫക്റ്റ്. വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് അഫക്റ്റഡ് ബൈ വൈറസ് എന്ന് ചോദിച്ചാൽ വൈറസ് അഫക്റ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ്, അനിമൽസ്, ബാക്ടീരിയ ആൻഡ് ആർക്കിയ. അതായത് ബാക്ടീരിയയും പ്ലാന്റ്സിനെയും അനിമൽസിനെയും എല്ലാം വൈറസ് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി 285 ചോദ്യം ഓർഗാനിസംസ് ആർ ഹാവിംഗ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ്, റെസ്പോണ്ട് ടു ദ എൻവയോൺമെൻറ്റ്, ടു ഗ്രോ ആൻഡ് ടു മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വിച്ച് ആർ ദ തിങ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ഇൻക്ലൂഡഡ്, അല്ലെങ്കിൽ വിച്ച് ആർ ദ ഓർഗാനിസം, ഏതെല്ലാം ഓർഗാനിസമാണ് ക്ലാസിഫിക്കേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പറയുക ഓർഗാനിസംസ് ഹാവിംഗ് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. അതായത് ഓർഗാനിസത്തിന് പ്രത്യുൽപാദനത്തിന് കഴിവുള്ളത്, റെസ്പോണ്ട് ടു ദ എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുകളോട് റെസ്പോണ്ട് ചെയ്യാനായി പ്രതികരിക്കാനുള്ള കഴിവുള്ളത്, ടു ഗ്രോ വളരുവാനുള്ള, ആൻഡ് ടു മെറ്റാബോളിക് ജീവൽ പ്രക്രിയ നടത്തുവാനായിട്ടുള്ള ആർ ഓൾ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അവയെല്ലാം ക്ലാസിഫിക്കേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 286 വൈറസ് മൾട്ടിപ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോസ്റ്റ് സെൽ. ഹൗ ഡു വൈറസ് മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിത്ത് വാട്ട് ദ ഹെൽപ്പ് ഓഫ് വാട്ട് വൈറസ് മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക വൈറസ് മൾട്ടിപ്ലൈ വിത്ത് ദ ഹോസ്റ്റ് സെൽ. അതായത് ഏത് ഹോസ്റ്റ് സെല്ലിൽ, ഏത് സെല്ലിലാണോ വൈറസ് ജീവിക്കുന്നത് ആ സെല്ലിൻ്റെ സഹായത്തോടെയാണ് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പെരുകുന്നത്. ഓക്കെ, ഇനി 287 വൈറസ് ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് എ ലിവിങ് സെൽ. അതായത് വൈറസ് എപ്പോഴും ഇനാക്റ്റീവ് ആയിരിക്കും ഔട്ട്സൈഡ് എ ലിവിങ് സെൽ. വെൻ ഡു എ വൈറസ് ഇനാക്റ്റീവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക വൈറസ് ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് എ ലിവിങ് സെൽ. ഓക്കെ, ഇനി വൈറസ് ആർ സ്മോളർ ദാൻ അവർ ബോഡി സെൽസ്. ഹൗ ബിഗ് ഈസ് വിച്ച് സെൽ ഈസ് ബിഗർ, അവർ ബോഡി സെൽ ഓർ വൈറസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക വൈറസ് ആർ സ്മോളർ ദാൻ അവർ ബോഡി സെൽ. അതായത് വൈറസ് നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളെക്കാളും ചെറുതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് 289 പേജ് വൈറസ് ക്യാപ്സിഡ് ഫംഗ്ഷൻ ടു പ്രൊട്ടക്ട് ദ ന്യൂക്ലിയസ് ആസിഡ് ഓഫ് ഇറ്റ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്യാപ്സിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താണ് വൈറസിൻ്റെ ക്യാപ്സിഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? What is the function of virus capsid? Virus capsid functions to protect the nucleic acid of it from the environment. അതായത് വൈറസ് ക്യാപ്സിഡ് ഫങ്ഷൻസ്, വൈറസ് ക്യാപ്സിഡ് പ്രവർത്തിക്കുന്നു ടു പ്രൊട്ടക്റ്റ്, അത് സംരക്ഷിക്കാൻ, ദ ന്യൂക്ലിക് ആസിഡിനെ സംരക്ഷിക്കാൻ, ഓഫ് ഇറ്റ് ഫ്രം ദ എൻവയോൺമെൻറ്റിൽ നിന്നും, അതായത് ചുറ്റുപാടുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, 290 വൈറസ് വിൽ സർവൈവ് ഔട്ട്സൈഡ് ഓഫ് ദ ഹോസ്റ്റ് അണ്ടിൽ ദെയർ ക്യാപ്സിഡ് ബ്രേക്ക് ഡൗൺ ഓവർ ടൈം. അതായത് ഹൗ ലോങ് എ വൈറസ് വിൽ സർവൈവ് ഔട്ട്സൈഡ് എ ഹോസ്റ്റ് സെൽ. അതായത് ഒരു സെല്ലിനകത്തല്ലാതെ ഒരു സെല്ലിന് പുറത്ത് എത്ര നാൾ വൈറസിന് ജീവനോടെ ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ വൈറസ് വിൽ സർവൈവ്, അതായത് വൈറസിന് സർവൈവ് ചെയ്യാൻ, ജീവനോടെ ഇരിക്കാൻ സാധിക്കും ഔട്ട്സൈഡ് എ ഹോസ്റ്റ് സെൽ, അതായത് ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ പുറത്ത്, അണ്ടിൽ ദെയർ ക്യാപ്സിഡ്, അതിൻ്റെ ആ ക്യാപ്സിഡ് അല്ലെങ്കിൽ ആ ബാക്കി ആവരണം, പ്രോട്ടീൻ ആവരണം ബ്രേക്സ് ഡൗൺ ഓവർ ടൈം, അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് വരെ അത് നിൽക്കുവാനായിട്ട് സാധിക്കും. ഇനി 291 ചോദ്യമാണ് സെൽസ് ഹാവ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ്. അതായത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് സെൽസ് ഹാവ്, അതായത് സെൽസിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക സെൽസ് ഹാവ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷൻ. അതായത് ഘടനാപരമായിട്ടും പ്രവർത്തനപരമായിട്ടുമുള്ള പ്രോപ്പർട്ടീസ് ആണ് സെൽസിന് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി 292 ഇൻ സെൽസ് വി സീ ദ പ്രസൻസ് ഓഫ് സൈറ്റോപ്ലാസം, റൈബോസം, പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ജനറ്റിക് മെറ്റീരിയൽസ്, ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസ്, എനർജി സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്. വാട്ട് ആർ ദ തിങ്സ് വി സീ ഇൻ എ സെൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതുക എന്തെല്ലാം സാധനങ്ങളാണ് ഒരു സെല്ലിനകത്ത് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ എഴുതുക ഇൻ സെൽ വി സി ദ പ്രസൻസ് ഓഫ് സൈറ്റോപ്ലാസം. സെല്ലിനകത്ത്
സൈറ്റോപ്ലാസത്തിൻ്റെ സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കും, റൈബോസോമിൻ്റെ സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കും, പ്ലാസ്മ മെമ്പറൈൻ്റെ സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കും, ജനറ്റിക് മെറ്റീരിയൽസ് അതായത് DNA RNA ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്, ഇൻടേക്ക് ന്യൂട്രിയൻസ് അത് ന്യൂട്രിയൻസിനകത്തേക്ക് ആഗിരണം ചെയ്യുന്നുണ്ടായിരിക്കും, എനർജി സിന്തസിസ് എനർജി ഉപയോഗിക്കുകയോ അതുപോലെ തന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് സാധിക്കും, അതിൻ്റെ റിമൂവൽ ഓഫ് വേസ്റ്റ് ഇത്തരത്തിലുള്ള ജീവൽ പ്രക്രിയകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കും. ഇനി 293 ദ സൈറ്റോപ്ലാസം ഈസ് എ തിക്ക് കോഗുലേറ്റഡ് ഫ്ലൂയിഡ് ഓവർ ഈ കവറിങ് ഈച്ച് സെൽ. വാട്ട് ഈസ് എ സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ എന്താണ്? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഈസ് എ തിക്ക് കോഗുലസ് ഫ്ലൂയിഡ് കവറിങ് ഈച്ച് സെൽ. അതായത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് വളരെ കട്ടി കൂടിയിട്ടുള്ള ഒരു ദ്രവമാണ്. അതെന്താ ചെയ്യുന്നത്? ഈച്ച് സെൽ എല്ലാ സെല്ലിനെയും അത് ആവരണം ചെയ്തിരിക്കുകയാണ്. ഇനി 294 സെൽ ഹാസ് എ എൻവലപ്പ് കോൾഡ് സെൽ മെംബ്രെയിൻ. സെല്ലിനെ കവർ ചെയ്തിരിക്കുന്ന ആ കവറിന് അല്ലെങ്കിൽ എൻവലപ്പിന് പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ. സെൽ ഹാസ് എ എൻവലപ്പ്, സെല്ലിനെ കവർ ചെയ്തിരിക്കുന്ന ആ കവറിന് പറയുന്ന പേരാണ് കോൾഡ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി 295 വൈറസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡോണ്ട് മാച്ച് വിത്ത് എനി ഓഫ് ദ കിങ്ഡംസ് ഇൻ ദ 3 domain classification of the system. What is the difference with what is the speciality of virus when it is compared with 3 domain kingdom? അതായത് വൈറസിനെ 3 domain കിങ്ഡത്തിലുള്ള ജീവജാലങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് അവയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ വൈറസ് ക്യാരക്ടറിസ്റ്റിക്സ് വൈറസിൻ്റെ സ്വഭാവം ഡു നോട്ട് മാച്ച്, അതിനെ ഒരിക്കലും മാച്ച് ആവുന്നില്ല വിത്ത് എനി ഓഫ് ദ കിങ്ഡംസ് ഇൻ ദ 3 domain classification system. അതായത് 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനിലെ ജീവജാലങ്ങളുടെ സ്വഭാവവുമായിട്ട് ഒരു രീതിയിലും മാച്ച് ആവുന്നില്ല. ഇനി പേജ് 151 നമ്മൾ വരികയാണ്. 297 ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ക്യാൻ ബി ഇലിസ്ട്രേറ്റഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് ട്രീ. ദിസ് ഈസ് കോൾഡ് എവല്യൂഷണറി ട്രീ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് എവല്യൂഷണറി ട്രീ എന്ന് ചോദിച്ചാൽ എന്താകുന്നു എവല്യൂഷണറി ട്രീ അല്ലെങ്കിൽ പരിണാമ വൃക്ഷം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക അത് എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതായത് പരിണാമത്തിൻ്റെ പരിണിതഫലമായുള്ള ബന്ധങ്ങൾ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓർഗാനിസം വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ തമ്മിലുള്ള ക്യാൻ ബി ഇലിസ്ട്രേറ്റഡ്. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് പുറത്തേക്ക് കാണിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ലൈക്ക് എ ബ്രാഞ്ചസ് ഓഫ് ട്രീ, ഒരു ട്രീയുടെ ബ്രാഞ്ചസ് പോലെ അല്ലെങ്കിൽ ഒരു ട്രീയുടെ ശിഖിരങ്ങൾ എങ്ങനെയാണോ ട്രീയുടെ തായ്തണ്ടിൽ നിന്നും പോയിരിക്കുന്നത് അതുപോലെ ആ ബന്ധങ്ങൾ നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ കാണിക്കുന്ന ബന്ധത്തിന് പറയുന്ന പേരാണ് എവല്യൂഷണറി ട്രീ. ഓക്കെ, ഇനി 298 ചോദ്യം ദ പ്ലേസ് വെയർ ദ ബ്രാഞ്ചസ് ഓഫ് ആൻ എവല്യൂഷണറി ട്രീ ഡെവലപ്പ് ഇൻഡിക്കേറ്റ് ദ ആൻസെസ്ട്രൽ ഓർഗാനിസം. വാട്ട് ഈസ് ആൻസെസ്ട്രൽ ഓർഗാനിസം എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ആൻസെസ്ട്രൽ ഓർഗാനിസം ഈസ് ദ place where ദ ബ്രാഞ്ചസ് ഓഫ് ദ എവല്യൂഷണറി ട്രീ ഡെവലപ്പ്. അതായത് ഈ ആൻസെസ്ട്രൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ട്രീ ആയിട്ട് നമ്മൾ ഈ ജീവജാലങ്ങളെ മുഴുവൻ ഒരു ട്രീയുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് പ്ലേസിലാണ് ദ പ്ലേസ് വെയർ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ, അതായത് ഏത് സ്ഥലത്തു നിന്നാണ് ഒരു ട്രീയുടെ ബ്രാഞ്ചസ് തുടങ്ങുന്നത് ഓഫ് ദ എവല്യൂഷണറി ട്രീ ഡെവലപ്പ്. ഒരു എവല്യൂഷണറി ട്രീയുടെ ബ്രാഞ്ചസ് എവിടെ നിന്നാണോ ഡെവലപ്പ് ചെയ്യുന്നത് ആ സ്ഥലത്തെ നമ്മൾ എന്ത് പറയുന്നു ആൻസെസ്ട്രൽ ഓർഗാനിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 299 ചോദ്യത്തിലേക്കാണ്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിക്കം മോർ അക്യുറേറ്റ് ബൈ ഇലിസ്ട്രേറ്റിംഗ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഓക്കെ, എങ്ങനെയാണ് ഈ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിക്കം മോർ അക്യുറേറ്റ്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടുതൽ വ്യക്തത വരുത്തത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിക്കം മോർ അക്യുറേറ്റ്, അത് കൂടുതൽ അക്യുറേറ്റ് ആയി തീരുന്നത് എപ്പോഴാണ് ഇലിസ്ട്രേറ്റിംഗ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ആ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ നമ്മൾ കാണിക്കുമ്പോഴാണ് അത് കൂടുതൽ അക്യുറേറ്റ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മൾ 300ാമത്തെ ഇതിലേക്കാണ് പോകുന്നത്. എവല്യൂഷണറി ട്രീ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബയോഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി എവല്യൂഷണറി ട്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എവല്യൂഷണറി ട്രീ ഹെൽപ്സ് ടു ഡെവലപ്പിംഗ് ആൻഡ് ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി. അതായത് എവല്യൂഷണറി ട്രീ വളരെ അഗാധമായിട്ടുള്ള അറിവ് ഇതിനെക്കുറിച്ച് ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് നമുക്ക് നൽകുന്നു. ഇനി 301ാമത്തെ ചോദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബിക്കം മോർ അക്യുറേറ്റ് ബൈ ഇലിസ്ട്രേറ്റിംഗ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതായത് ഓർഗാനിസങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ തരംതിരിക്കുന്നതിന് ഏറ്റവും നന്നായിട്ട് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ ആ എവല്യൂഷണറി റിലേഷൻഷിപ്പ് തിരിച്ചറിയുമ്പോഴാണ്. ഓക്കെ, ഇനി 302ാമതായിട്ട് എവല്യൂഷണറി ട്രീ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സ്റ്റഡീസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. അതായത് എവല്യൂഷണറി ട്രീ എന്ത് ചെയ്യുന്നു, വളരെ ക്രൂഷ്യലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഓരോ ജീവജാലങ്ങളെയും ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിനായിട്ട്. ഓക്കെ, ഇനി 303 DNA ബാർകോഡിംഗ് ഈസ് ദ ടെക്നോളജി ഓഫ് ക്ലാസിഫൈങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസസ് കോഡ്സ് ഓഫ് DNA. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് DNA ബാർകോഡിംഗ് എന്ന് ചോദിച്ചാൽ പറയുക DNA ബാർകോഡിംഗ് ഈസ് ദ ടെക്നോളജി DNA ബാർകോഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഓഫ് ക്ലാസിഫൈങ് ഓർഗാനിസം. അത് ഓർഗാനിസത്തെ തരംതിരിക്കുന്നതിന് വേണ്ടിയാണ്. ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസസ് ഓഫ് DNA, അതായത് DNA-ക്ക് അകത്തുള്ള ഓരോ മോളിക്യൂൾസിനെയും പരസ്പരം താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ ജീവജാലങ്ങളുടെ DNA തമ്മിൽ താരതമ്യപ്പെടുത്തി പഠനം നടത്തുന്നതിനെയാണ് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 304
നാലാമത്തെ ചോദ്യം, അൺലൈക്ക് ദ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് DNA ബാർകോഡിംഗ് ഹെൽപ്സ് ടു റെക്കഗ്നൈസ് ദ സ്പെഷ്യൽ സ്പീഷീസ് അറ്റ് മോളിക്യൂളർ ലെവൽ. ഓക്കെ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് DNA ബാർകോഡിംഗ്? എന്താണ് DNA ബാർകോഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അൺലൈക്ക് ദ ട്രഡീഷണൽ മെത്തേഡ്, അതായത് ട്രഡീഷണൽ മെത്തേഡിനെ പോലെ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് വരുന്ന മെത്തേഡ് അല്ലാതെ DNA ബാർകോഡിംഗ് ഹെൽപ്പ് ടു, അതായത് നമ്മളെ സഹായിക്കുന്നു ടു റെക്കഗ്നൈസ് ദ സ്പീഷീസ് അറ്റ് മോളിക്യൂളർ ലെവൽ, അതായത് ഈ സ്പീഷീസിനകത്തുള്ള മോളിക്യൂർ ഏറ്റവും ചെറുതായിട്ടുള്ള കണികകളുടെ ലെവലിൽ വെച്ച് ഓരോ സ്പീഷീസിനെയും തിരിച്ചറിയുവാനായിട്ട് എന്ത് സഹായിക്കുന്നു? DNA ബാർകോഡിംഗ് സഹായിക്കുന്നു. അതുകൊണ്ടാണ് DNA ബാർകോഡിംഗ് കൂടുതൽ ഉചിതമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി 305, DNA ബാർകോഡിംഗ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ക്രിയേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് DNA ബാർകോഡ്സ് ബൈ റിസർച്ചേഴ്സ് ആൻഡ് ലബോറട്ടറീസ് ഓൾ ഓവർ ദ വേൾഡ്. അതായത് ഹൗ ദ DNA ബാർകോഡിംഗ് ഈസ് മെയ്ഡ് പോസിബിൾ, എങ്ങനെയാണ് DNA ബാർകോഡിങ്ങിൻ്റെ ആ ബാർകോഡിംഗ് സിസ്റ്റം പോസിബിൾ, സാധ്യമാക്കി തീർത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക DNA ബാർകോഡിംഗ് ഈസ് മെയ്ഡ് പോസിബിൾ. DNA ബാർകോഡിംഗ് സാധ്യമാക്കി തീർത്തു എങ്ങനെയാണ്? ബൈ ക്രിയേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് DNA ബാർകോഡ്സ്, അതായത് DNA ബാർകോഡുകളെ കണ്ടെത്തുകയും ആ കണ്ടെത്തുന്നവയെ അത് ശരിയായ രീതിയിൽ ശാസ്ത്രീയമായി പ്രോസസ്സ് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ ആ ബാർകോഡുകളെ ഷെയർ ചെയ്യുകയും ചെയ്തു. ആരൊക്കെ? റിസർച്ചേഴ്സ് ആൻഡ് ലബോറട്ടറീസ് ഓൾ ഓവർ ദ വേൾഡ്, അതായത് അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും ലബോറട്ടറികളും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പരസ്പരം ഷെയർ ചെയ്താണ് DNA ബാർകോഡിംഗ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 153ാമത്തെ ചോദ്യം, DNA ബാർകോഡിംഗ് ഈസ് ദ സയൻറ്റിഫിക് ടെക്നോളജി ഫോർ ഐഡൻറ്റിഫൈങ് ദ സ്പീഷീസ് അറ്റ് മോഡേൺ ബയോളജിക്കൽ റിസർച്ച്. എന്താണ്? വിച്ച് ഈസ് ദ ടെക്നോളജി യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈങ് എ സ്പീഷീസ് ഇൻ മോഡേൺ ബയോളജിക്കൽ റിസർച്ച്, അതായത് ആധുനിക ശാസ്ത്രലോകത്ത് ഒരു സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, DNA ബാർകോഡിംഗ് ഈസ് ദ സയൻറ്റിഫിക് ടെക്നോളജി, അതായത് DNA ബാർകോഡിംഗ് ആണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ടെക്നോളജി ഫോർ ഐഡൻറ്റിഫൈങ്, കണ്ടെത്തുന്നതിന് വേണ്ടി ദ സ്പീഷീസ് ഇൻ എ മോഡേൺ ബയോളജിക്കൽ റിസർച്ച്, അതായത് മോഡേൺ ബയോളജിയിൽ ഒരു സ്പീഷീസിനെ കണ്ടെത്തുന്നതിന് പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് എന്ത്? ഈ DNA ബാർകോഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി 307ാമത്, DNA ബാർകോഡിംഗ് മെത്തേഡ്സ് ഹെൽപ്സ് ടു റെക്കഗ്നൈസ് ദ സ്പീഷീസ് അറ്റ് മോളിക്കുലർ ലെവൽ. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. DNA ബാർകോഡിംഗ് മെത്തേഡ് എന്താണ് ചെയ്യുന്നത്? ഒരു സ്പീഷീസിനെ അതിൻ്റെ മോളിക്കുലർ ലെവലിലാണ് കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നത്. ഇനി 308ാമതായിട്ട് ചോദ്യം, എവല്യൂഷണറി ക്ലാസിഫിക്കേഷൻ ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഓൾ ഏരിയാസ് സച്ച് ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസം, എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്, ബയോളജിക്കൽ എവല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ ആൻഡ് ബയോടെക്നോളജി. അപ്പോൾ എവല്യൂഷണറി, വാട്ട് ആർ ദ ഏരിയാസ് ദ എവല്യൂഷണറി ക്ലാസിഫിക്കേഷൻ ഹാസ് റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, എവല്യൂഷണറി ക്ലാസിഫിക്കേഷൻ ഹാസ് റിലേഷൻഷിപ്പ്, അതായത് ബന്ധം. എവല്യൂഷണറി ക്ലാസിഫിക്കേഷൻ അതായത് വർഗീകരണത്തിനും ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നതിനും ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസം, അതായത് ഓർഗാനിസത്തിൻ്റെ സ്വഭാവം, അവയുടെ ഇക്കോളജിക്കൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, ബയോളജിക്കൽ എവല്യൂഷൻ, അത് എവല്യൂഷൻ എന്ന പരിണാമത്തിൻ്റെ പ്രക്രിയയിൽ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത്, ബയോഡൈവേഴ്സിറ്റി, അതായത് ചുറ്റുപാടുമുള്ള വ്യത്യസ്തരായിട്ടുള്ള ജീവജാലങ്ങളുടെ ആ സാന്നിധ്യം, അതുപോലെ തന്നെ കൺസർവേഷൻ, ഈ ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷനും ആൻഡ് ബയോടെക്നോളജിയുടെ ഉപയോഗവും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഇനി 309ാമത്തെ, ഹ്യൂമൻ സ്റ്റാൻഡ്സ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ടാക്സോണമിക്കൽ ഹൈറാർക്കി, അതായത് ഓരോ ജീവജാലങ്ങളെയും ഇങ്ങനെ തരംതിരിക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവജാലം ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. അപ്പോൾ വിച്ച് ഈസ് ദ ബീയിങ് സ്റ്റാൻഡ്സ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ടാക്സോണമിക്കൽ ഹൈറാർക്കി, ഏത് ജീവജാലമാണ് ടാക്സോണമിക്കൽ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയുക, ഹ്യൂമൻ സ്റ്റാൻഡ്സ് അറ്റ് ദ, മനുഷ്യനാണ് ടാക്സോണമിക്കൽ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ ഗോ ടു നെക്സ്റ്റ് വീഡിയോ.